ഇന്റേണൽ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും രണ്ട് വ്യത്യസ്ത കമ്മിറ്റികളാണ്. പക്ഷേ നമ്മൾ ഈ പറയപ്പെടുന്ന പോഷ് ആക്ടിന് കീഴിൽ വരുന്ന കമ്മിറ്റികളാണ്. ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിൽ ലൈംഗികാതിക്രമം വരാതിരിക്കാനും അഥവാ വന്നാൽ അത് പരിഹരിക്കുന്നതിനും നിയമപരമായ ചുമതലയുള്ള കമ്മിറ്റിയാണ് ഇന്റേണൽ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ടും രൂപീകരിക്കേണ്ടത് രണ്ടാളുകൾ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കേണ്ടത് തൊഴിലുടമയാണ്. 10 അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും തൊഴിലുടമകൾ അവരുടെ സ്ഥാപനങ്ങളിൽ നിർബന്ധമായിട്ട് ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിരിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അതുപോലെ 10-ൽ താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളുണ്ടാവും, വീടുകളിൽ ജോലി ചെയ്യുന്ന വീട്ടുകാരല്ലാത്ത സ്ത്രീകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും, മറ്റ് തൊഴിലിടങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ട്. അത് രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ വീടുകളിൽ ജോലി ചെയ്യുന്ന വീട്ടുകാരല്ലാത്ത സ്ത്രീകൾക്ക്, അതുകൂടാതെ 10-ൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും സ്ത്രീക്ക് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടുന്നതിനൊക്കെ ജില്ലാ കളക്ടറുടെ കീഴിൽ ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ട്. ഈ രണ്ട് കമ്മിറ്റിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ത്രീക്ക് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഉണ്ടായാൽ അത് സിവിൽ ഇൻ നേച്ചറിലായിട്ട് അവർക്ക് പരിഹരിക്കാൻ പറ്റും. അത് വലിയ ഭാരിച്ച ലീഗൽ ലയബിലിറ്റിയിലേക്കോ ലീഗൽ പ്രൊസീഡിങ്സിലേക്കോ ഒന്നും പോവാതെ തന്നെ അവർക്ക് വളരെ വേഗത്തിൽ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി വിക്ടിമിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ കമ്മിറ്റിയിലൂടെ യഥാർത്ഥത്തിൽ എൻഷുർ ചെയ്യുന്നത്.